ഹായ് ഓൾ, വെൽക്കം ടു എജു വാലി. നമ്മൾ ഇന്ന് വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല. കുറേ പേരെടുത്ത് പുതിയതായിട്ട് ഡ്രോപ്പ് ക്യാപ്പിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യനെ പറ്റി ഡീറ്റെയിൽ ചെയ്യാമെന്ന് ഞാൻ കുറച്ച് നാൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് എനിക്കത് കറക്റ്റ് സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ആ കാര്യമാണ് ഇമ്മീഡിയറ്റ്ലി ഈ ഒരു ഡ്രോപ്പ് ക്യാപ്പിൻ്റെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം എന്നുള്ളത് ഉദ്ദേശിച്ചത്. സോ നമുക്കറിയാം ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് എവിടെയാണുള്ളത്. ഇൻസേർട്ട് ടാബിനകത്ത് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് ഡ്രോപ്പ് ക്യാപ്പ് ഉള്ളത് എന്ന് നമുക്കറിയാം. എന്താ ചെയ്യണേ? ഇറ്റ് ക്രിയേറ്റ് എ ലാർജ് ക്യാപിറ്റൽ ലെറ്റർ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫ് എന്നുള്ളതാണ് അതിൻ്റെ ധർമ്മം, അല്ലേ? പാരഗ്രാഫിൻ്റെ ബിഗിനിങ്ങിൽ ഒരു ലാർജ് ക്യാപിറ്റൽ ലെറ്റർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനാണ് അത് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും ന്യൂസ് പേപ്പർ, മാഗസിൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവുക. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളത് കാണിക്കാം. സോ അതിന് നമുക്ക് ആദ്യം ഒരു പാരഗ്രാഫ് ആവശ്യമുണ്ട്. സോ ഞാൻ ഇവിടുന്ന് ഒരു പാരഗ്രാഫ് എടുക്കുവാണ്. സോ ഓക്കെ, പാരഗ്രാഫ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫോണ്ട് സൈസ് നമുക്കൊന്ന് കൂടുതലാക്കി കൊടുക്കാം. ഓക്കെ, ഫോണ്ട് നമുക്ക് കാലിബ്രി തന്നെ മതി. ഓക്കെ, ഇതിൻ്റെ ഓറിയൻറ്റേഷൻ മാറ്റിയിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ പാരഗ്രാഫ് കൊടുത്തേക്കുന്നത്. പാരഗ്രാഫ് ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഡ്രോപ്പ് ക്യാപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത് ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിനകത്ത് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണുള്ളത് ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 തരത്തിലാണ് നമുക്ക് ഡ്രോപ്പ് ക്യാപ്പ് ചെയ്യാനായിട്ട് പറ്റുക. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് 3 തരത്തിൽ ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. 3 തരത്തിലല്ല, 2 തരത്തിലാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. ഡ്രോപ്പിടും ഇൻ മാർജിനും. ഈ നൺ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഡ്രോപ്പ് ക്യാപ്പ് ഐറ്റംസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. നൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ 2 രീതിയിലാണ് ഡ്രോപ്പ് ക്യാപ്പ് ചെയ്യാനായിട്ട് പറ്റുക. ഡ്രോപ്പിഡ്, അതുപോലെ തന്നെ ഇൻ മാർജിൻ. ഡ്രോപ്പിഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ നമ്മളുടെ ഒരു കയ്യിലുള്ള പാരഗ്രാഫിനകത്ത് ഒരു പെർട്ടിക്കുലർ ലൈൻസ് എടുത്തുകൊണ്ടാണ് ചെയ്യുക. അപ്പം നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. കണ്ടോ? അപ്പോൾ ഈ എം എന്ന് പറഞ്ഞ ഈ ഒരു ലാർജ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് 1, 2, 3 ഈ 3 ലൈൻസ് എടുത്തിട്ടാണ് ഇത് ക്യാപിറ്റലൈസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അത് ഡീഫോൾട്ട് ലൈൻ ടു ഡ്രോപ്പ് എന്ന് വെച്ച് നമ്മൾ പഠിക്കുന്നതാണ്. ഡീഫോൾട്ട് ലൈൻ ടു ഡ്രോപ്പ് എന്ന് പറയുന്നത് ഡ്രോപ്പിഡിന് മാത്രമാണ് ബാധകമായിട്ട് വരുന്നത്. ഡീഫോൾട്ട് ലൈൻ ടു ഡ്രോപ്പ് എന്ന് പറയുന്നത് 3 ആണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അടുത്തതാണ് ഇൻ മാർജിൻ. ഇൻ മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അക്ഷരത്തെ മാർജിനാക്കി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യുന്ന രീതിയാണ്. ഇവിടെ നോക്കിയാൽ കാണാം. കണ്ടോ? ഇൻ മാർജിൻ നോക്കുക, നണ്ണ് കൊടുത്തു, ഇൻ മാർജിൻ കൊടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഓപ്ഷൻസിലേക്ക് വരാം. ഓപ്ഷൻസിൽ വരുന്ന സമയത്ത് നമുക്ക് ഉള്ള ഒരു ഡയലോഗ് ബോക്സ് ആണ്. ഇതിനകത്ത് പൊസിഷൻ അതുപോലെ തന്നെ ഓപ്ഷൻ എന്നിങ്ങനെ 2 ഭാഗങ്ങളാണുള്ളത്. ഇതിനകത്ത് പൊസിഷനിലാണ് ഡ്രോപ്പിഡും ഇൻ മാർജിനും വരുന്നത്. അപ്പോൾ ഡ്രോപ്പ് ക്യാപ്പ് പൊസിഷൻസ് എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് പറ്റണം ഡ്രോപ്പിഡ്, ഇൻ മാർജിൻ എന്നുള്ള 2 ഓപ്ഷൻസ് ആണ്. ഡ്രോപ്പ് ക്യാപ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ടാണ് നണ്ണ് യൂസ് ചെയ്യുന്നത്. ഇനി ഓപ്ഷൻസ് എന്നുള്ളതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഫോണ്ട്, അതുപോലെ തന്നെ ലൈൻ ടു ഡ്രോപ്പ്, ഡിസ്റ്റൻസ് ഫ്രം ടെക്സ്റ്റ് എന്നുള്ള രീതിയിൽ കാണും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫോണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ലൈൻ ടു ഡ്രോപ്പ്, ഡിഫോൾട്ട് ലൈൻ ടു ഡ്രോപ്പ് എന്ന് പറയുന്നത് 3 ആണ്. അതിൻ്റെ മിനിമം മാക്സിമം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഞാനൊരു റാൻഡം വാല്യൂ അടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ? അപ്പോൾ നമുക്ക് ഒരു വാർണിംഗ് മെസ്സേജ് വന്നു. ദ നമ്പർ മസ്റ്റ് ബി ബിറ്റ്വീൻ 1 and 10. അപ്പോൾ ഇതിൻ്റെ മിനിമം മാക്സിമം ഡീഫോൾട്ട് വാല്യൂസ് പറഞ്ഞേ. മിനിമം ലൈൻ ടു ഡ്രോപ്പ് എന്ന് പറയുന്നത് 1 ആണ്. മാക്സിമം ലൈൻ ടു ഡ്രോപ്പ് എന്ന് പറയുന്നത് 10 ആണ്. ഇനി എന്താണ് ഡീഫോൾട്ട് ലൈൻ ടു ഡ്രോപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഇത് രണ്ടിനും സെയിം ആണ് കേട്ടോ. ഡ്രോപ്പിഡിനും ഇൻ മാർജിനും ഇത് സെയിം ആണ്. നോക്കിയേ, ഇൻ മാർജിനിൽ ഇട്ടു, ഓക്കെ കൊടുക്കുകയാണ്. കണ്ടോ? അപ്പോൾ ഡീഫോൾട്ട് ലൈൻ ടു ഡ്രോപ്പ് എന്ന് പറയുന്നത് മാർജിൻ്റെ കേസിലാണെങ്കിലും ഡ്രോപ്പിഡ് എന്നുള്ള രീതിയിലാണെങ്കിലും ഡീഫോൾട്ട് ലൈൻ ടു ഡ്രോപ്പ് 3 ആണ്. മാക്സിമം 10 ആണ്, മിനിമം 1 ആണ്. ഇനി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഡ്രോപ്പ് ക്യാപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്ററും ബാക്കിയുള്ള ലെറ്റേഴ്സും തമ്മിൽ ഉള്ള മിനിമം എത്രയാണ് എന്നുള്ളതും ചോദിക്കുന്നുണ്ട്. മാക്സിമം, ഡീഫോൾട്ട് ഇല്ല, ഡീഫോൾട്ട് 0 ആണ്, മിനിമം തന്നെയാണ് ഡീഫോൾട്ട്.
മാക്സിമം എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, റാൻഡം വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കണ്ടോ, ഇത് ആദ്യത്തിൻ്റെയാ കാണിക്കുന്നേ. നോക്കിയേ, ഡിസ്റ്റൻസ് ഫ്രം ടെക്സ്റ്റ് നമ്മൾ എത്രയാ വേണമെന്ന് കാണിക്കുന്നേ, ദ മെഷർമെന്റ് മസ്റ്റ് ബി ബിറ്റ്വീൻ 0 ആൻഡ് 55.87 സെന്റിമീറ്റർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ആദ്യത്തെ അക്ഷരവും ബാക്കിയുള്ള അക്ഷരങ്ങളും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മിനിമം 0 സെന്റിമീറ്റേഴ്സ് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം വരുന്നത് 55.87 സെന്റിമീറ്റർ ആണ്. ഇത് അപ്രോക്സിമേറ്റ്ലി 22 ഇഞ്ച് എന്നുള്ളതാണ് വരിക. അപ്പോൾ PSCയിൽ ഉള്ള ഇപ്പോഴത്തെ പുതിയ ചോദ്യമാണ് ഡിസ്റ്റൻസ് ഫ്രം ടെക്സ്റ്റ്. ഡിസ്റ്റൻസ് ഫ്രം ടെക്സ്റ്റ് വൈൽ ഡ്രോപ്പ് ക്യാപ്പ് അല്ലേ, ഇതാണ് പുതിയ ചോദ്യം. ഇതിന്റെ ഉത്തരമായിട്ട് എത്രയാ വരിക? ഇപ്പൊ എത്രയാന്നാ നമ്മൾ പഠിച്ചേ? 0 മുതൽ 55.87 സെന്റിമീറ്റർ എന്നുള്ളതാണ്. അതിനെ നമ്മൾ ഇഞ്ചിലാക്കിയും വേണം പഠിക്കാനായിട്ട്. 0 to 22 ഇഞ്ച് എന്നുള്ളതും കൂടെ ഓർക്കണം. ഈ 55.87 സെന്റിമീറ്റർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 21.99 സംതിങ് ആണ്. സോ അതിനെ നമുക്ക് 22 ഇഞ്ചസ് ആയിട്ട് എടുക്കാം. അപ്പോൾ PSCയുടെ പുതിയൊരു ചോദ്യമാണ് മാക്സിമം ഡിസ്റ്റൻസ്. ഓക്കെ, മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം ടെക്സ്റ്റ് വൈൽ ഡ്രോപ്പ് ക്യാപ്പ് പുതിയ ചോദ്യമാണ് കേട്ടോ. ഇത് റീസെന്റ് ആയിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പ്രത്യേകം എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പം നമ്മൾ ഇന്ന് അത് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു. അപ്പോൾ ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.